ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന മിറർ വർക്ക്, ഇങ്ങനെ മിറർ വർക്ക് ചെയ്യാൻ നോക്കാം. ഡയഗണൽ ഷേപ്പ് മിറർ ഫാബ്രിക് ഗ്ലൂ വെച്ച് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് ഒന്നുകിൽ ബീഡ്സ് അല്ലെങ്കിൽ ത്രെഡ് വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ പിറത്തൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ കയറിക്കൊള്ളും, മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ചെയ്യുമ്പോഴാണ് ഭംഗിയാവുന്നത്. ഇവിടെ ഞാൻ സാധനം എടുത്തേക്കുന്നത് ഒരു ട്യൂബ് ബീഡ്, 2 ഗോൾഡൻ ബീഡ്. ട്യൂബ് ബീഡ് ഒരു ആൻറ്റിക് കളറാണ്. അങ്ങനെ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിററിനെ കവർ ചെയ്തൊക്കെ രീതിയിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മിറർ വലുതാണെങ്കിൽ അതിനനുസരിച്ച് ഇടയിലിടുന്ന ഷുഗർ ബീഡിൻ്റെയോ ട്യൂബ് ബീഡിൻ്റെയൊക്കെ എണ്ണം കൂട്ടി കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ 4 കോർണറും ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് കോരി തച്ച് ചെയ്ത് കൊടുക്കാം. അതിനേക്കാളും നല്ലത് ഇതുപോലെ ബീഡ്സിലൂടെ ഒന്നും കൂടെ സൂചി കയറ്റി ഓരോ കോർണർ എത്തുമ്പം താഴോട്ടിറക്കി ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഫിക്സ് ആയിട്ടിരിക്കും, ഇളകി പോവാതെ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയാണ്. ഇതുപോലെ നമ്മുടെ നെക്ക് ലൈനിലും ഓരോ മിറർ വീതം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലാണ് ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കണേ. കണ്ടിട്ട് അഭിപ്രായം പറയണം എല്ലാവരും. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.